Hello friends and welcome back to Best Topics. നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ട്രാൻസ്മിഷൻസ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് വാഹനങ്ങളിൽ ആക്ച്വലി പല വാഹനങ്ങളിലും പല ട്രാൻസ്മിഷൻ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ 5 സ്പീഡ് മാനുവൽ ഉണ്ട്, 6 സ്പീഡ് മാനുവൽ ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഓട്ടോമാറ്റിക് എടുക്കാനാണെങ്കിൽ മാനുവലിൽ തന്നെ ആക്ച്വലി IMT എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിന് പുറമെ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ അതിൽ AMT ഉണ്ട്, CVT ഉണ്ട്, DCT ഉണ്ട്, ടോർക്ക് കൺവേർട്ടർ ഉണ്ട്, DSG ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ, നിങ്ങളിനി ഈ സമയത്ത് മാനുവൽ എടുക്കണോ അതോ ഓട്ടോമാറ്റിക് എടുക്കുന്നതാണോ നന്നാവുന്നത്? ഇതുപോലുള്ള കാര്യങ്ങളും നിങ്ങളിനി മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ആണ് എടുക്കുന്നതെങ്കിൽ ഈ 5-6 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഏത് ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ എടുക്കേണ്ടത്? ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കാണാം. കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ മാനുവൽ എന്താണെന്ന് മനസ്സിലാക്കാം. മാനുവൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സിലേക്ക് പോകുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാനുവലിന് ഓരോരുത്തർക്ക് അതിൻ്റേതായ ഉപയോഗങ്ങളുണ്ട്. ബിക്കോസ് ഈ മാനുവൽ ട്രാൻസ്മിഷനിൽ ഇപ്പോൾ ഒരു ക്ലച്ച് ഉള്ളതുകൊണ്ട് എല്ലാം നമ്മുടെ കൺട്രോളിലാണ്. നമുക്കിപ്പോൾ ഒരു കയറ്റത്തിൽ വാഹനം കയറിയില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ താങ്ങി കയറ്റാന്നുള്ള ഒരു വിശ്വാസം അത് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ എവിടെ നിന്നാണെങ്കിലും ക്ലച്ച് നമ്മുടെ കയ്യിലുള്ള സത്യം പറഞ്ഞ ഒരു അഹങ്കാരം പോലെയാണ്. അത് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനിൽ കിട്ടും. പക്ഷേ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു ബെനിഫിറ്റ് അവിടെ പോകും. അതാണ് ആകെ കൂടി മാനുവലിന് വരുന്ന ഒരു പ്രശ്നം. ഈ ക്ലച്ച് തന്നെയാണ് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ടും ആൾക്കാർ കാണാറ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സിറ്റി ട്രാഫിക്കിലൂടെ ഒരു മാനുവൽ ഗിയറുള്ള വാഹനം ഓടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ലോങ് ഡ്രൈവ് ആണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ നല്ലൊരു ലോങ് റൂട്ട് പോകണം, ഏകദേശം ഒരു 1000 കിലോമീറ്റർ നീളമുള്ളൊരു റൂട്ട് അല്ലെങ്കിൽ ഒരു ഡ്രൈവിലാണ് നമ്മളെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായേക്കാം. അതുപോലെ തന്നെ സിറ്റി ട്രാഫിക്കിലാണെങ്കിൽ നമ്മളിങ്ങനെ ക്ലച്ച് താങ്ങി കാല് വേദന എടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഫോർഡിൻ്റെ വാഹനങ്ങൾ, ഫോർഡിൻ്റെ ഡീസൽ കാസിൻ്റെ ആണ് ക്ലച്ച് ഒരുപാട് കാലം കഴിയുമ്പോൾ, ഒരുപാടല്ല കുറച്ച് യൂസ്ഡ് ആയി കഴിയുമ്പോൾ ക്ലച്ച് കുറച്ച് ഹാർഡാവും. ഫോർഡിൻ്റെ ഡീസൽ കാറുകളുടെ കാര്യമാണ് പറയുന്നത്. ആക്ച്വലി പൊതുവേ ഡീസൽ കാറുകളുടെ ക്ലച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ഹാർഡാണ്, ബട്ട് സ്റ്റിൽ ഫോർഡിൻ്റെ കുറച്ചധികം ഹാർഡാവും ആഫ്റ്റർ യൂസിങ്. കുറച്ച് കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഹാർഡാവും. അതുപോലെ തന്നെയാണ് മറ്റുള്ള വാഹനങ്ങളും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ബഡ്ജറ്റ് ലെവൽ കാറുകൾ നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാം വരുന്ന AMT എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഈ AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഫുൾ ഫോം അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ആൻഡ് ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജി അല്ല. നമ്മുടെ മാരുതി സുസുക്കിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ടെക്നോളജി അവതരിപ്പിക്കുന്നത്. അത് ആദ്യത്തെ വാഹനം സെലേറിയോ ആയിരുന്നു. ഈ ഒരു AMT അവതരിപ്പിച്ച സമയത്ത് AMTയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കാനാണെങ്കിൽ AMTയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള റിലയബിലിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല. സ്മൂത്തായിട്ട് തന്നെ AMT വാഹനങ്ങൾ ഓടുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി AMTയിൽ ഹെഡ് നോട്ടൊക്കെ വളരെ കുറവാണ്. സാധാരണഗതിയിൽ പണ്ടത്തെ AMTകളിലൊക്കെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് വല്ലാതെ അറിയുമായിരുന്നു. ആൻഡ് പെട്ടെന്ന് നമ്മളൊരു മാനുവൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടൈം തന്നെ ഇവിടെ എടുക്കുകയും ചെയ്യുമായിരുന്നു. അതിപ്പം ഈ AMT എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മാനുവൽ ഗിയർ തന്നെ ഒന്ന് ഓട്ടോമേറ്റഡ് ആക്കിയതാണ്. അതായത് നമ്മളിപ്പോൾ മാനുവലായിട്ടൊരു ഗിയർ മാറ്റുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ AMT ഗിയർ ബോക്സിലും ക്ലച്ച് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എൻഗേജ് ആവും. നമ്മൾ മാനുവലായിട്ട് നമ്മൾ ഗിയർ മാറ്റുന്നു. അതുപോലെ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഗിയർ മാറുന്നു. ഈ സെയിം മാനുവൽ ടെക്നോളജി തന്നെയാണ് ഓട്ടോമാറ്റിക് ആക്കി അവർ മാറ്റിയിരിക്കുന്നത്. ജസ്റ്റ് അത് കുറച്ച് ഇലക്ട്രിക് സംഭവങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രിക് ആക്കി മാറ്റുന്നു എന്ന് മാത്രം. അതാണ് AMT ട്രാൻസ്മിഷനോട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാനാണെങ്കിൽ ഇതിന് അത്യാവശ്യം ഗുണങ്ങളുണ്ട്. കാരണം ഈ AMT എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 6 അല്ലെങ്കിൽ 6.5 lakh rupees ആണെന്ന് വിചാരിക്കുക. ഒരു AMT ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനം വാങ്ങാനാണെങ്കിൽ ഇപ്പോൾ 6 lakhs എക്സ്ഷോറൂം പ്രൈസ് ഉള്ള ഒരു വാഹനത്തിൻ്റെ AMT വകഭേദം നിങ്ങൾക്ക് വാങ്ങാനാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് കൊടുക്കേണ്ടത് 6.5 lakhs അല്ലെങ്കിൽ മാക്സിമം 6.6 lakhs ആയിരിക്കും ഒരു AMT ട്രാൻസ്മിഷനുള്ള വാഹനത്തിൽ. പക്ഷേ അതേസമയം ഒരു CVT അല്ലെങ്കിൽ ഒരു ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഉള്ള ഒരു വാഹനമാണെങ്കിൽ ഈ 6.6 അല്ലെങ്കിൽ 6.5 lakhsന് പകരം നിങ്ങൾ ചിലപ്പോൾ 7 അല്ലെങ്കിൽ 7.2 lakhs ഒക്കെ എക്സ്ഷോറൂം പ്രൈസ് ഈ ഒരു വാഹനത്തിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ AMT ആക്ച്വലി കോസ്റ്റ് എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ കോസ്റ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹാൻഡിൽ ചെയ്യാനും AMT അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. അതായത് റിലയബിലിറ്റി ഇഷ്യൂസിൻ്റെ കാര്യത്തിലും AMT അത്ര പിന്നിലല്ല. എന്ന് വെച്ചാൽ AMTയിൽ റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവില്ല എന്നല്ല, നിങ്ങൾ മാന്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ AMT ഗിയർ ബോക്സിനും അതുപോലെ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക് മെറ്റീരിയൽസിനൊന്നും കാര്യമായിട്ടുള്ള തകരാറൊന്നും വരില്ല. പക്ഷേ ഒബ്വിയസ്ലി ഓവറായിട്ട് ഹാർഡ് യൂസ് അല്ലെങ്കിൽ ഭയങ്കര റഫ് യൂസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ AMT അതിൻ്റെ ക്ലച്ച് പാഡ്സ് അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ട്രാൻസ്മിഷൻ ബോക്സിന് ചെറിയ കംപ്ലൈൻറ്റ് വന്നേക്കാം. പക്ഷേ നിങ്ങൾ മാന്യമായിട്ട് സിറ്റിയിൽ ട്രാഫിക്കിലൂടെയൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അധികം സ്ട്രെസ് കൊടുക്കാതെ ഓടിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും AMT ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കില്ല. സോ AMT അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇതിന് മുമ്പ് അത്ര റിലയബിൾ അല്ലായിരുന്നു. പക്ഷേ ഇപ്പം AMT എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അത്യാവശ്യം റിലയബിൾ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തേത് ലാഗാണ്. നമ്മളൊരു ഗിയർ ഷിഫ്റ്റിൻ്റെ സമയത്ത്
അത്യാവശ്യം ലാഗ് ഒരു AMT ട്രാൻസ്മിഷനുള്ള വാഹനത്തിലുണ്ടാകും. കാരണം നമ്മളിപ്പോൾ മാനുവലായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ക്ലച്ച് കൊടുത്ത് ഫസ്റ്റ് ഇതിപ്പോൾ സെക്കൻഡിലേക്ക് ഇടാനാണെങ്കിലും അവിടെ ഒരു ലാഗ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഒരു ലാഗ്, നമ്മളിപ്പോൾ മാനുവലി ഗിയർ മാറ്റാൻ എടുക്കുന്ന ഒരു ടൈം ഈ ഓട്ടോമാറ്റിക് AMT ട്രാൻസ്മിഷനിലും അവരെടുക്കും. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഹെഡ് നോട്ട് അല്ലെങ്കിൽ നമ്മൾ ലാഗ് എന്നൊക്കെ പറഞ്ഞ് അതിനെ വിശേഷിപ്പിക്കുന്നത്. AMT ട്രാൻസ്മിഷനിൽ പൊതുവേ ലാഗ് ഉണ്ടാവും. മറ്റുള്ള ഇപ്പോൾ CVT ആണെങ്കിലും ടോക്ക് കൺവേർട്ടറൊക്കെ ആണെങ്കിലും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലാഗ് എന്തായാലും ഉണ്ടാവും. അതിപ്പോൾ ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് ട്രാൻസ്മിഷനാണ്, അതുകൊണ്ട് തന്നെ ലാഗ് എന്തായാലും എക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ ആക്ച്വലി ലാഗ് കുറച്ച് കുറവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ലാഗും ഇല്ല. CVT ട്രാൻസ്മിഷൻ പോലെ ഭയങ്കര സ്മൂത്ത് ആണെന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഇതിൻ്റെ മൈലേജ് ആക്ച്വലി അണ്ടർ കൺട്രോളാണ്. അതായത് നിങ്ങൾ ഓടിക്കുന്നതനുസരിച്ച് ഈ വാഹനത്തിന് മൈലേജ് കിട്ടും. മൈലേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ടോക്ക് കൺവേർട്ടറൊക്കെ ആണെങ്കിൽ അതിന് കമ്പാരിറ്റീവ്ലി മൈലേജ് കുറവാണ്. പക്ഷേ AMT എന്ന് പറയുമ്പോൾ മാനുവൽ മെക്കാനിസം തന്നെ ഓട്ടോമേറ്റഡ് ആക്കുന്നതുകൊണ്ട് അതിനങ്ങനെ കാര്യമായിട്ടുള്ള മൈലേജ് ഡ്രോപ്പും പവർ ഡ്രോപ്പും വരുന്നില്ല. ഈ CVTക്കൊക്കെ കുറച്ച് പവർ ഡ്രോപ്പൊക്കെ അവിടെ വന്നേക്കാം. അതുപോലെ തന്നെ ടോക്ക് കൺവേർട്ടറിനും ചെറിയ പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യാറുണ്ട്. അത് പക്ഷേ ഈ AMT ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു പവർ ഡ്രോപ്പായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ചെറിയ മൈലേജിന് ഡിഫറൻസ് ഉണ്ടാവുമെങ്കിലും നമ്മൾ മറ്റുള്ള ഓട്ടോമാറ്റിക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കിന്, അതായത് AMT ഓട്ടോമാറ്റിക്കിന് മൈലേജ് അത്യാവശ്യം ഉണ്ടാവുകയും ചെയ്യും. സോ ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ AMT എന്ന് പറയുന്നത്, അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. ഇതാണ് മറ്റുള്ള പല ബഡ്ജറ്റ് കാറുകളിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം ക്വിഡ് മുതൽ നമ്മൾ ഇനി ഈവൻ നെക്സോൺ വരെ അല്ലെങ്കിൽ XUV 300 വരെ പോകാനാണെങ്കിലും ഈ AMT എന്ന് പറയുന്ന ഗിയർ ബോക്സ് തന്നെയാണ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് അവർ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ പലപ്പോഴും വേറെ പല ട്രാൻസ്മിഷൻസും പല കമ്പനികളും ഉപയോഗിക്കാറുണ്ട്. അടുത്തത് IMT ആണ്. ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനെ തന്നെ ഡെവലപ്ഡ് വേർഷനാണ്. ഇനി ചിലപ്പോൾ ഈ IMT എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു പുതിയ ടെക്നോളജി ആണെന്ന്. ആക്ച്വലി ഇതൊരു പുതിയ ടെക്നോളജി അല്ല. ഫോക്സ്വാഗൻ ആൻഡ് പല കമ്പനികളും ഈ ഒരു ടെക്നോളജി ഇതിന് മുമ്പ് അവരുടെ ഗ്ലോബൽ ലെവൽ വാഹനങ്ങളിൽ പരീക്ഷിച്ചിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ആക്ച്വലി ഇന്ത്യയിലേക്ക് ഇത് പുതിയതാണെന്ന് മാത്രം. ആൻഡ് അത് ഹ്യുണ്ടൈ ആണ് നിർമ്മിച്ചത് ഇൻ ദ സെൻസ് ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്നത് ഹ്യുണ്ടൈ ആണ്. ഇനി ഈ IMTയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇതിപ്പോൾ ഈ അടുത്ത് വന്നതല്ല, വെന്യൂവിൽ കഴിഞ്ഞ വർഷം വന്നൊരു ട്രാൻസ്മിഷനാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അറിയാതിരിക്കാനുള്ള സാധ്യതയില്ല ഈ ഒരു IMTയെക്കുറിച്ച്. ഇനിയിപ്പോൾ ഈ IMT എന്ന് പറയുന്നത് AMTയുടെ തന്നെ ഒരു ഡെവലപ്ഡ് വേർഷനാണ്. ഈ AMT എന്താണ് ചെയ്യുന്നത്? നമ്മൾ മാനുവലായിട്ട് ക്ലച്ച് എൻഗേജ് ചെയ്യുന്ന അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നു. ആൻഡ് നമ്മൾ മാനുവലായിട്ട് ഗിയർ മാറ്റുന്ന അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നു. ഇനി ഈ IMT എന്താണ് ചെയ്യുന്നത്? നമ്മൾ മാനുവലായിട്ട് ക്ലച്ച് എൻഗേജ് ചെയ്യുന്നതിന് പകരം ഈ മെക്കാനിസം തന്നെ മാനുവലായിട്ട് അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ച് എൻഗേജ് ചെയ്യുന്നു. നമ്മൾ പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ മാറുന്നില്ല, നമ്മൾ തന്നെ ഗിയർ മാറ്റുന്നു. അത്ര ഉള്ളൊരു വ്യത്യാസം. അതായത് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ നമ്മൾ തന്നെ ക്ലച്ച് മാറ്റി നമ്മൾ തന്നെ ഗിയർ മാറ്റുന്നു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കായിട്ട് ക്ലച്ച് എൻഗേജ് ആവുന്നു, നമ്മൾ തന്നെ ഗിയർ മാറ്റുന്നു. ഇതിൽ ക്ലച്ച് എൻഗേജ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഇവർ AMTയിൽ നിന്ന് കടമെടുത്താണ് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ AMTയുടെ തന്നെ ഒരു ഡെവലപ്ഡ് വേർഷനാണ് ഈ IMT. ആക്ച്വലി AMT കുറച്ച് വെട്ടി ചുരുക്കിയതാണ് IMT. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കാനാണെങ്കിൽ ആദ്യത്തെ പ്രോ ഇതിൻ്റെ പ്രൈസാണ്. AMTയുടെ ഏകദേശം പകുതി വില മാത്രമേ ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഈ IMT ട്രാൻസ്മിഷന് കോസ്റ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 6 ലക്ഷം രൂപയ്ക്കാണ് ഒരു വാഹനത്തിൻ്റെ AMT ഓട്ടോമാറ്റിക് കിട്ടുന്നതെങ്കിൽ അതായത് 6.6 lakhs ആണ് AMTയുടെ കോസ്റ്റ്. 6.6 lakhs എക്സ്ഷോറൂം പ്രൈസ് ഉള്ള ഒരു മാനുവൽ വാഹനത്തിൻ്റെ IMT കൊടുക്കാനാണെങ്കിൽ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ചിലപ്പോൾ ഏകദേശം 6.3 lakhs മറ്റും ആയിരിക്കും. അതായത് AMTയുടെ ഏകദേശം പകുതി വിലയായിരിക്കും ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് ക്ലച്ചിൻ്റെ ആ ഒരു ഹാസൽ ഫ്രീ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ക്ലച്ച് ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എനിക്ക് വേണ്ട എന്നാലും എനിക്ക് ക്ലച്ചിൻ്റെ ബുദ്ധിമുട്ടും വയ്യ എന്ന് പറയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കൂടുതലും ഈ ഒരു ട്രാൻസ്മിഷൻ ആക്ച്വലി ടാക്സി ഡ്രൈവേഴ്സിനൊക്കെ ആയിരിക്കും യൂസ്ഫുൾ ആയിട്ട് വരാൻ പോകുന്നത്. കാരണം അവരാണ് കൂടുതലും ഈ ട്രാഫിക്കിലൊക്കെ ബുദ്ധിമുട്ടുന്നത്. പക്ഷേ അവിടെ വേറൊരു ഡ്രോബാക്ക് കൂടിയുണ്ട്. ഇത് ഹ്യുണ്ടൈ ആയതുകൊണ്ട് ഇവർ പലപ്പോഴും ഈ ടോപ്പ് വേരിയൻറ്റുകളിലൊക്കെ ഈ ഒരു മെക്കാനിസം കൊടുക്കാറുള്ളൂ. ഇനിയിപ്പോൾ കിയ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ഈ i20യുടെ ആണെങ്കിലും അതുപോലെ തന്നെ കിയ സോണറ്റിൻ്റെ ആണെങ്കിലും വെന്യൂവിൻ്റെ ആണെങ്കിലും ഈ വാഹനങ്ങളിലെല്ലാം ഒരുമാതിരിപ്പെട്ട ടോപ്പ് വേരിയൻറ്റുകളിലൊക്കെ മാത്രമേ ഈ ഒരു IMT ട്രാൻസ്മിഷൻ വരുന്നുള്ളൂ. ആൻഡ് കിയ വളരെ ബുദ്ധിപരമായിട്ട് മാനുവൽ ട്രാൻസ്മിഷൻ എടുത്ത് കളഞ്ഞിട്ടാണ് IMT കൊടുത്തത്. കാരണം വലിയ പവർ, അതായത് വലിയ പ്രൈസിന് ഡിഫറൻസ് ഒന്നും മാനുവലും IMTയും തമ്മിൽ വരുന്നില്ല. ജസ്റ്റ് 30,000 rupees വ്യത്യാസമേ വരുന്നുള്ളൂ അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അപ്പം പല കസ്റ്റമേഴ്സും ഇതെടുക്കില്ല എന്നവർ മുൻകൂട്ടി പ്രവചിച്ച് കാണും. അതുകൊണ്ടായിരിക്കും മിക്കവാറും മാനുവൽ ട്രാൻസ്മിഷൻ വേണ്ട എന്നവർ തീരുമാനിച്ച നേരം IMT മാത്രം അവരുടെ 1 liter ടർബോസ്പെക് സോണറ്റിൽ കൊടുത്തത്. എന്തായാലും ഇനി IMT ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. ക്ലച്ചിൻ്റെ ഒരു ഹാസൽ ഫ്രീ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ ഒരു ട്രാൻസ്മിഷന് തരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റും കുറവാണ്. നമ്മളിപ്പോൾ മാനുവലിന് മുകളിൽ ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഈ ഒരു IMT ട്രാൻസ്മിഷന് കൊടുക്കുന്ന കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. മറ്റുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസിനെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും കുറവാണ്. ഇനി ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഈ റിയൽ വേൾഡിൽ ഈ IMT ട്രാൻസ്മിഷൻ അങ്ങനെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ആൻഡ് റിലയബിലിറ്റി ഇഷ്യൂസ് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത് AMTയുടെ തന്നെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ്. ആൻഡ് ഹ്യുണ്ടൈയുടെ AMT കമ്പാരിറ്റീവ്ലി അത്ര മോശം AMT ഒന്നും അല്ല. അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള റിലയബിലിറ്റി ഇഷ്യൂസ് വരാനുള്ളൊരു സാധ്യതയില്ല. ബട്ട് സ്റ്റിൽ അത് ഉറപ്പിച്ച് പറയാനും പറ്റില്ല റിലയബിലിറ്റി ഇഷ്യൂസ് ഒന്നും വരില്ല എന്ന്.
ഇനി ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ്, ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഈ ഒരു മാനുവൽ ട്രാൻസ്മിഷനിൽ നമുക്ക് സുഖമായിട്ട് ഒരു കുത്തന കയറ്റത്തിൽ വണ്ടി കുറച്ച് അണ്ടർ പവേർഡ് ആണെങ്കിൽ ക്ലച്ച് താങ്ങിയെടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ കയറിപ്പോവും. പക്ഷേ IMT ട്രാൻസ്മിഷന് നമ്മുടെ കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്ന ഗിയർ മാറ്റേണ്ട സമയത്ത് നീ ഫുൾ ക്ലച്ച് അങ്ങ് എൻഗേജ് ചെയ്ത് കൊടുത്തു, അവർ ഗിയർ മാറ്റിക്കോട്ടെ എന്നാണ്. പക്ഷേ കുത്തനെ കയറ്റത്തിൽ നിൽക്കുന്ന സമയത്ത് നീ ക്ലച്ച് താങ്ങി കൊടുക്കണം എന്ന് ഈ ക്ലച്ചിനോട് അവർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ മെക്കാനിസത്തിനോട് അവർ പറഞ്ഞിട്ടില്ല. സോ സ്വാഭാവികമായിട്ട് തന്നെ നമ്മളൊരു കുത്തനെ കയറ്റത്തിൽ നിൽക്കുകയാണെങ്കിൽ ക്ലച്ച് താങ്ങി കയറ്റുക എന്നുള്ളൊരു സംഭവം ഇവിടെ മിസ്സിംഗ് ആണ്. അത് ഈ ഒരു IMT ട്രാൻസ്മിഷനിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു പോരായ്മയായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു 1 ലിറ്റർ എഞ്ചിൻ കേപ്പബിൾ അല്ല എന്ന് ഞാൻ പറയില്ല, കാരണം 120 PS പവർ ഉണ്ട്, അത്യാവശ്യം ടോർക്കും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിൻ കേപ്പബിൾ ആയിരിക്കാതിരിക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും നിങ്ങൾ ഇനി IMT ട്രാൻസ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്കിനി അടുത്ത ട്രാൻസ്മിഷനിലേക്ക് പോകാം. അടുത്തത് CVT എന്ന് പറയുന്ന ഒരു ട്രാൻസ്മിഷനാണ്. ആൻഡ് ഇതിൻ്റെ ഫുൾ ഫോം കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്നാണ്. ഈ CVT എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു മെക്കാനിസം ഒന്നും അല്ല. ഈവൻ ഇതിന് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണെങ്കിലും ഇത് നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന സ്കൂട്ടറുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു ടെക്നോളജിയാണ് CVT. പണ്ടല്ല, ആക്ച്വലി ഇപ്പോഴും ഈ CVT ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പണ്ടത്തെ ആക്റ്റീവയിലൊക്കെ ഒരു CVT ടെക്നോളജി ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തെ വാഹനങ്ങളിലും CVT ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്കൂട്ടറുകളിലൊക്കെ, കാറുകളിലും CVT ടെക്നോളജി അവർ ഉപയോഗിച്ച് വരുന്നുണ്ട്. ആൻഡ് കൂടുതൽ ഈ CVT ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹോണ്ട അല്ലെങ്കിൽ ഈ ജാപ്പനീസ് കാർ മേക്കേഴ്സാണ്. ടൊയോട്ടോ ഒക്കെ CVT ഉപയോഗിച്ചിട്ടുണ്ട്, CVT ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യാരിസിലും അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് വാഹനങ്ങളിലൊക്കെ അവർ CVT ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഒബ്വിയസ്ലി ഫോർച്യൂണർ അതുപോലെ തന്നെ ഇന്നോവ പോലുള്ള വാഹനങ്ങളിൽ ടോക്ക് കൺവേർട്ടർ തന്നെയാണ് റെക്കമെൻഡഡ്. കാരണം അത്രയും വില കൂടിയൊരു വാഹനത്തിൽ CVT ഉപയോഗിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് മണ്ടത്തരമായേക്കാം. പക്ഷേ എന്നാലും ഹോണ്ട ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളിലും CVT തന്നെയാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ സിവിക്കിലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും ജാസിലാണെങ്കിലും അമീസിലാണെങ്കിലും എല്ലാത്തിലും CVT തന്നെയാണ്. നിസാൻ ആണെങ്കിലും റെനോ ആണെങ്കിലും പലപ്പോഴും CVT തന്നെയാണ് ഉപയോഗിച്ച് വരാറ്. ആൻഡ് റെനോ ആക്ച്വലി AMT കൂടി ഉപയോഗിക്കാറുണ്ട് എന്ന ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ നിസാൻ മാഗ്നൈറ്റിലാണെങ്കിലും മൈക്രയിലാണെങ്കിലും ഈവൻ ഡാറ്റ്സൺ റെഡി ഗോയിലാണെങ്കിലും അതുപോലെ തന്നെ ഗോ പ്ലസ് റെഡി ഗോ അല്ല ഡാറ്റ്സൺ ഗോയിലും ഗോ പ്ലസിലും അവർ CVT ആണ് ഉപയോഗിച്ചിരുന്നത്. റെഡി ഗോയിൽ ഒബ്വിയസ്ലി AMT ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ CVTയുടെ ഗുണങ്ങളും ദോഷങ്ങളിലേക്കും വരാം. ഈ CVTയുടെ ആദ്യത്തെ ഗുണം ഇത് ഭയങ്കര സ്മൂത്താണ്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ AMT ഓടിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ IMT ഓടിക്കുകയാണെങ്കിലും IMTയിലൊക്കെ ശരിക്കും കുറച്ച് ചെറിയൊരു ലാഗ് ഉണ്ട്. നമ്മൾ ഗിയർ മാറ്റുന്ന സമയത്ത് നമ്മൾ സാധാരണ ഗിയർ ഇട്ട് ക്ലച്ച് എൻഗേജ് ചെയ്ത് വരാനുള്ള ഒരു ലാഗ് അവിടെ ഉണ്ട്. നമ്മളിപ്പം പെട്ടെന്ന് സ്മൂത്തായിട്ട് മാറ്റാൻ നോക്കുകയാണെങ്കിൽ അത്ര എളുപ്പം ആ ഗിയർ മാറില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങളിങ്ങനെ വലിച്ച് കഷ്ടപ്പെട്ടിടണം എന്നല്ല, പക്ഷേ ഒരു 0.2 അല്ലെങ്കിൽ 0.3 സെക്കൻഡ്സിൻ്റെ ലാഗ് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ആൻഡ് ഹൈ സ്പീഡ്സിൽ എഞ്ചിൻ മാക്സിമം റെവ് ചെയ്തൊക്കെ പോകാനാണെങ്കിൽ ലാഗ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഈ CVT ട്രാൻസ്മിഷനിൽ ഗിയർ ഷിഫ്റ്റ്സ് വളരെ സ്മൂത്താണ്. ഈ AMTയിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. IMTയിൽ പിന്നെ നമ്മൾ മാനുവലായിട്ട് മാറ്റുന്നതുകൊണ്ട് ലാഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു CVTയിലേക്ക് വരുമ്പോൾ അവിടെ ലാഗേ ഇല്ല. ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര ഒരു സ്മൂത്താണ്. സിറ്റി ഡ്രൈവിങ്ങിനൊക്കെ ആണെങ്കിൽ CVT തന്നെയാണ് ആക്ച്വലി ബെസ്റ്റ്. പിന്നെ CVT ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് മൈലേജ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. മറ്റുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം ടോക്ക് കൺവേർട്ടർ ആണെങ്കിലും DCT ഒക്കെ ആണെങ്കിലും മൈലേജ് ഈ CVT ട്രാൻസ്മിഷന് വളരെ കൂടുതലായിരിക്കും. പലപ്പോഴും ഈ മാനുവലിനേക്കാൾ കൂടുതൽ മൈലേജ് CVTയിൽ അവർ ക്ലെയിം ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ARA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ മാനുവൽ വാഹനത്തിന് CVTക്ക് കൂടുതൽ ക്ലെയിം ചെയ്യാറുണ്ട് മാനുവലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു, ഭയങ്കര ഹാസിൽ ഫ്രീ എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു ലാഗും ഇല്ല, വളരെ സ്മൂത്തായിട്ട് ഫാമിലിയുടെ കൂടെ കംഫർട്ടബിൾ ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ ഈ ഒരു CVT ട്രാൻസ്മിഷൻ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും ഒരു DCT ട്രാൻസ്മിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്ര ബുദ്ധിമുട്ടൊന്നും ഒരു CVT ട്രാൻസ്മിഷനുള്ള വാഹനം മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ പോരായ്മകൾ നോക്കാനാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്മിഷൻ അല്ല. അതായത് ഒരു ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് CVT ട്രാൻസ്മിഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം ഭയങ്കര ഹാർഡായിട്ട് പുഷ് ചെയ്തൊക്കെ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി CVTയിൽ ചെറിയ ലാഗ് ഉണ്ട്. ലാഗ് എന്ന് പറയുമ്പോൾ ഇത് AMTയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഭയങ്കര ഗിയർ മാറുന്ന രീതിയിലുള്ള ഒരു ലാഗല്ല. ഇതിന് റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്നാണ് ആക്ച്വലി നമ്മൾ പറയാറ്. ഈ റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സഡൻ ആയിട്ട് ആക്സിലറേറ്റർ കൊടുത്താലും RPM കയറും, എഞ്ചിന് ഭയങ്കര സൗണ്ടും വരും, പക്ഷേ വണ്ടി അതിനനുസരിച്ച് സ്പീഡ് കയറില്ല. ഇപ്പം നിങ്ങൾ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഓവർടേക്കിങ്ങിൻ്റെ സമയത്ത് നിൽക്കണമെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ആക്സിലറേറ്റർ പുള്ളി നിൽക്കും, അല്ലെങ്കിൽ അത്രയും വേണ്ട പവറിൽ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യും. പക്ഷേ വണ്ടി എഞ്ചിൻ ഒച്ച ഉണ്ടാക്കുമെങ്കിലും അതുപോലെ തന്നെ RPM കയറുമെങ്കിലും കറക്റ്റായിട്ട് വണ്ടി അങ്ങനെ കയറി പോകണം എന്നില്ല, കുറച്ച് ലാഗ് ആവും. ഈ ഒരു ലാഗ് കൂടുതൽ അനുഭവപ്പെടുന്നത് പവർ കുറഞ്ഞ എഞ്ചിനുകളിലാണ്. അതായത് കൂടുതലും പവർ കുറഞ്ഞ പെട്രോൾ എഞ്ചിനുകളിലാണ് ഈ CVT വയ്ക്കുമ്പോൾ ഈ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് നമ്മൾ പെട്ടെന്ന് അങ്ങ് അനുഭവപ്പെടുന്നത്. എഞ്ചിൻ അത്യാവശ്യം കേപ്പബിൾ ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം അതിൻ്റെ അവർ കറക്റ്റായിട്ടുള്ള പവർ ബാൻഡ് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു RPMൽ തന്നെ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അധികം ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഫീൽ ചെയ്യില്ല. പക്ഷേ അതേസമയം എഞ്ചിൻ കുറച്ച് അണ്ടർ പവേർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ റബ്ബർ ബാൻഡ് എഫക്റ്റ് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അനുഭവപ്പെട്ടേക്കാം, പ്രത്യേകിച്ച് പെട്രോൾ എഞ്ചിനുകളിൽ.
ഇനി നമ്മുടെ അടുത്ത ട്രാൻസ്മിഷൻ ടോർക്ക് കൺവേർട്ടർ ആണ്. ഈ ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരുപാട് കാലം മുമ്പ് തന്നെ ഉപയോഗിച്ച് തെളിയിച്ചിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ടോർക്ക് കൺവേർട്ടർ തന്നെയാണ്. സോ അത് തന്നെയാണ് ഈ ടോക്ക് കൺവേർട്ടറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമ്മൾ എത്രയൊക്കെ ഈവൻ കുറച്ചൊന്ന് റീമാപ്പ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിൻ ട്യൂണിങ്ങിൽ വ്യത്യാസം വരുത്താനാണെങ്കിലും ഈ ഒരു ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളൊരു വാഹനമാണെങ്കിൽ അതങ്ങ് ഡൈജസ്റ്റ് ചെയ്തോളൂ. അതിനങ്ങനെ കാര്യമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ട്രാൻസ്മിഷനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. മാക്സിമം റിലയബിൾ ആണ്. അത് അത്ര ഒരു ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു ടോക്ക് കൺവേർട്ടറിൽ കുറവാണ്. മറ്റുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനൊക്കെ ആക്ച്വലി ഇപ്പോൾ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. പക്ഷേ ഇത് ഡെവലപ്ഡ് ആയി. ഇത് മാക്സിമം എത്രയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് മുമ്പുള്ള ഈ ഒരു ടോക്ക് കൺവേർട്ടർ ടൈപ്പ് ട്രാൻസ്മിഷൻസിൽ കൂടുതലും കുറച്ച് ചെറിയ ലാഗൊക്കെ നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് കുറച്ച് കാലം മുമ്പ് വരെ. പക്ഷേ ഇപ്പോഴത്തെ ഈ ടോക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഒക്കെ അത്യാവശ്യം ഒരു ഡെവലപ്ഡ് ട്രാൻസ്മിഷൻസ് ആയതുകൊണ്ട് തന്നെ അത്രയധികം ലാഗൊന്നും ഈ ഒരു ട്രാൻസ്മിഷൻസിൽ നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. ആൻഡ് ഗിയർ മാറ്റമാണെങ്കിലും അതായത് ഗിയറിൻ്റെ ഷിഫ്റ്റ്സ് ആണെങ്കിലും നമ്മളങ്ങനെ പെട്ടെന്ന് അറിയേയില്ല. സോ അതൊക്കെ ഈ ഒരു ടോക്ക് കൺവേർട്ടർ ഡെവലപ്പായി വന്നുകൊണ്ട് വന്ന കുറച്ച് ചേഞ്ചസ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കാനാണെങ്കിലും ഈ ഒരു ടോക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിന് അങ്ങനെ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. അതുകൊണ്ട് അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള നല്ലൊരു ട്രാൻസ്മിഷൻ തന്നെയാണ് ഈ ടോക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ കുറച്ച് റീമാപ്പിംഗ് ഒക്കെ ചെയ്യാനാണെങ്കിലും അതിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആൻഡ് ഇത് അത്യാവശ്യം കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു ലോങ് ടേം യൂസിനാണ് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേണ്ടതെങ്കിൽ ടോക്ക് കൺവേർട്ടർ വിത്ത് എ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ ഡീസലിനും കുഴപ്പമൊന്നുമില്ല. ഡീസലിൽ പിന്നെ പൊതുവേ ഈ ഒരു ടോക്ക് കൺവേർട്ടർ തന്നെയാണ് കൂടുതലും ഉപയോഗിച്ച് വരാറ്. ഈ ഹോണ്ട പോലുള്ള കമ്പനികളാണ് ഡീസലിലും CVT ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ടാറ്റ പോലുള്ള ഇന്ത്യൻ ബ്രാൻഡ്സ് ഡീസൽ കാറുകളിൽ AMT ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു AMT അത്ര ഒരു മോശപ്പെട്ട AMT ആണോ എന്ന് ചോദിച്ചാലല്ല. കാരണം ആ ഡീസൽ എഞ്ചിൻസ് തന്നെ അത്യാവശ്യം കേപ്പബിൾ ആണ്. ഈ ഡീസൽ എഞ്ചിൻ കേപ്പബിൾ ആയതുകൊണ്ട് അത്യാവശ്യം ടോർക്കും ഉണ്ട്. സോ ആ ഒരു ടോർക്കിൻ്റെ പേരിൽ അങ്ങനെ ഒരുപാട് ലാഗോ അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ഡ്രോപ്പോ ഒന്നും ആ ഒരു AMT ട്രാൻസ്മിഷനിൽ നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. സോ അത് ഒരു നല്ല ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ മറ്റുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ഇത് നിങ്ങൾ ഒട്ടും വാങ്ങിക്കരുത് എന്ന് പറയാൻ പറ്റുന്നൊരു ഓപ്ഷനും അല്ല. ഇനി കമ്മിങ് ബാക്ക് ടു ടോക്ക് കൺവേർട്ടർ. ഞാൻ ഇതുവരെ ടോക്ക് കൺവേർട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ടോക്ക് കൺവേർട്ടർ ഭയങ്കര റിലയബിൾ ആണ്. എത്ര കാലം വേണമെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സുഖമായിട്ട് ഈ ടോക്ക് കൺവേർട്ടറുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓടിക്കോളും. ആൻഡ് ലോങ് ടേം യൂസിനാണെങ്കിലും നല്ലതാണെന്ന്. പക്ഷേ എന്താണ് ഈ ടോക്ക് കൺവേർട്ടറിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്? ടോക്ക് കൺവേർട്ടർ ടൈപ്പ് ട്രാൻസ്മിഷന് ആക്ച്വലി കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. ഈ കോസ്റ്റ് കൂടുതലാണ് ഇൻ ദ സെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു 6 ലക്ഷം രൂപയുടെ എക്സ്ഷോറൂം ഉള്ളൊരു മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനത്തിന് നിങ്ങൾ 6 ലക്ഷം രൂപയാണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. പക്ഷേ അതേസമയം ഒരു ടോക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ചിലപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് തന്നെ വരുന്നത് ഈ മാനുവലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 1.2 അല്ലെങ്കിൽ 1.3 ലാക്സിന് ഡിഫറൻസ് ഒക്കെ വന്നേക്കാം. ആക്ച്വലി പല കമ്പനികളും 1 ലാക്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ബ്രസയുടെ കേസൊക്കെ എടുക്കാനാണെങ്കിൽ തന്നെ മാരുതി സുസുക്കി ബ്രസയിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതായത് അതിൽ വരുന്ന ഒരു കുറച്ച് പഴയ ടെക്നോളജിയാണ്. ഒരു 4 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ആണ് അതിൽ വരുന്നത്. ഇപ്പോൾ ഈവൻ പോളോയിലാണെങ്കിലും വെൻഡോയിലാണെങ്കിലും വരെ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ആണ് വരുന്നത്. പക്ഷേ എന്നാലും അത്രയും വലിയൊരു വാഹനത്തിൽ അവർ വെറും 4 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടോക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിന് വരെ മാരുതി സുസുക്കി നമ്മുടെ ഇന്ന് വാങ്ങുന്ന കാശ് ഏകദേശം 1.4 ലാക്സ് ആണ്. അപ്പോൾ അത്രയും കൂടുതൽ കോസ്റ്റ് നമ്മൾ ടോക്ക് കൺവേർട്ടറിന് കൊടുക്കേണ്ടി വരും. അത് ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്ത ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ മൈലേജ് ആണ്. സോ മറ്റുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് അതിപ്പോൾ CVT ആണെങ്കിലും അതുപോലെ തന്നെ DCT ആണെങ്കിലും, DCT പറയുന്നില്ല പക്ഷേ CVTയും AMTയും ഈ രണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഓട്ടോമാറ്റിക് അല്ലാത്ത IMT വെച്ച് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഈ കമ്പാരിസൺസിൽ ടോക്ക് കൺവേർട്ടറിന് പൊതുവെ മൈലേജ് കുറച്ച് കുറവായിരിക്കും. നമ്മൾ സിറ്റിയിൽ ഓടിക്കുകയാണെങ്കിൽ ഏകദേശം ടോക്ക് കൺവേർട്ടർ ഉള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിൽ അതിൻ്റെ മൈലേജ് ഓൾമോസ്റ്റ് 12 or 13 km/ലിറ്റർ ആയിരിക്കും. ആൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒരു എക്സ്പെക്റ്റഡ് മൈലേജ് ആണ്. ഇത് കറക്റ്റ് ആയിരിക്കില്ല, കാരണം എഞ്ചിൻ്റെ പെർഫോമൻസ് ഒക്കെ കൂട്ടിയിട്ടാണ് മൈലേജ് നമ്മൾ എന്തായാലും അനലൈസ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും മൈലേജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബട്ട് സ്റ്റിൽ ഒരു ഹാസിൽ ഫ്രീ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കും ഉണ്ട് പിന്നീട് ഒരുപാട് മെയിൻ്റെനൻസ് കോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ചിലവൊന്നും പിന്നെ വരരുത് എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായും ഈ ഒരു ടോക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. അത് DCT ഓട്ടോമാറ്റിക് ആണ്, അല്ലെങ്കിൽ DSC എന്നും ഇതിന് വേറൊരു പേരുണ്ട്. ബേസിക്കലി ഇതൊരു ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ്. ഈ ഡ്യുവൽ ക്ലച്ച് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓഡ് ഗിയേഴ്സിനും ഈവൻ ഗിയേഴ്സിനും 2 ക്ലച്ച് വെച്ചുണ്ടാവും. അതായത് ഒരു ഗിയറിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1, 3, 5 ഇനി 7 ഉണ്ടെങ്കിൽ 7 ഈ 4 ഗിയറുകൾക്ക് ഒരു ക്ലച്ച് ഉണ്ടാവും. അതുപോലെ തന്നെ 2, 4, 6 എന്ന് പറയുന്ന ഈ 3 ഗിയറുകൾക്ക് കൂടി ഒരു ക്ലച്ച് ഉണ്ടാവും. സോ ടോട്ടൽ 2 ക്ലച്ച് ഈ ഒരു ട്രാൻസ്മിഷനിൽ ഇതിൻ്റെ പേര് പോലെ തന്നെ ഉണ്ടാവും. ഇനി ഇതെങ്ങനെയാണ് ഭയങ്കര എന്തൂസിയാസ്റ്റിക് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈവർ ഫ്രണ്ട്ലി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആവുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഈ 2 ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇനീഷ്യലി കാർ എടുക്കുകയാണെന്ന് വിചാരിക്കാം. അതേസമയം നോർമലി ഫസ്റ്റ് ഗിയറിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ലാഗ് ഒഴിവാക്കാൻ വേണ്ടി സെക്കൻഡ് ട്രാൻസ്മിഷൻ, അതായത് സെക്കൻഡ് ഗിയറിൻ്റെ ക്ലച്ച് അവിടെ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഗിയർ മാറ്റേണ്ട സമയത്ത് ഫസ്റ്റ് ഗിയറിൽ ആ ഒരു എഞ്ചിൻ അവിടെ റെഡ് ലൈൻ ആകുമ്പോൾ
പെട്ടെന്ന് തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് അവിടെ ഷിഫ്റ്റ് വരും. നമ്മളിപ്പോൾ വേറൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇപ്പോൾ AMT ആണെങ്കിൽ അവിടെ നമ്മൾ ക്ലച്ച് മെഷീൻ തന്നെ മാനുവലായിട്ട് എൻഗേജ് ചെയ്ത് അവിടെ ഗിയർ വീഴണമായിരുന്നു. പക്ഷേ ഇവിടെ ക്ലച്ച് എൻഗേജ് ചെയ്യാനുള്ളൊരു ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ DCT ഭയങ്കര പെട്ടെന്ന് ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ടോക്ക് കൺവേർട്ടറിനെ ആണെങ്കിലും അതുപോലെ തന്നെ CVT ഒക്കെ വെച്ച് നോക്കാനാണെങ്കിലും പെട്ടെന്നായിരിക്കും ഷിഫ്റ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈവേയിലൊക്കെ ഓടിക്കാനാണെങ്കിൽ നല്ല രസിച്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടിയാണ് ഈ ഒരു DCT. ബേസിക്കലി ഇത് നമ്മുടെ AMTയുടെ തന്നെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ DCTയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ഡ്രൈവർ ഫ്രണ്ട്ലി ആണ്, എന്നാലും ഇതിനൊരുപാട് പോരായ്മകളുണ്ട്. ഈ DCT എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്നോളജി ഭയങ്കര കോംപ്ലക്സ് ആണ്. കാരണം 2 ക്ലച്ച് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. ഈ DCT ഇപ്പം 2 ടൈപ്പിലുള്ള DCT ഉണ്ട്. ഒന്ന് വെറ്റ് ക്ലച്ച് ആണ്, ഒന്ന് ഡ്രൈ ക്ലച്ച് ആണ്. ഈ ഡ്രൈ ക്ലച്ച് ട്രാൻസ്മിഷൻസ് ആണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകളിൽ ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനാണ് കൂടുതൽ ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ വന്നിട്ടുള്ളത്. ഈ ഡ്രൈ ക്ലച്ച് ട്രാൻസ്മിഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി അത് അത്ര അധികം ലൂബ്രിക്കേറ്റഡ് ആയിരിക്കില്ല. പക്ഷേ വെറ്റ് ക്ലച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ അധികം ലൂബ്രിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഹീറ്റിംഗ് ഇഷ്യൂസ് വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൂ. അവിടെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവും, പക്ഷേ ഇവിടുത്തെ അത്ര ഉണ്ടാവില്ല. ഈ ഡ്രൈ ക്ലച്ചിൽ ഉണ്ടാവുന്ന അത്ര ഹീറ്റിംഗ് ഇഷ്യൂ വെറ്റ് ക്ലച്ചിൽ ഉണ്ടാവില്ല. ഇനി ഈ ഡ്രൈ ക്ലച്ചിൽ വരുന്ന ഒരു ട്രാൻസ്മിഷൻ നിങ്ങൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒരു DCT ട്രാൻസ്മിഷൻ എടുത്തിട്ട് ട്രാഫിക്കിലൂടെ ഫുള്ള് ബ്രേക്ക് പിടിച്ചങ്ങ് പോകും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ട്രാൻസ്മിഷൻ ഹീറ്റ് ആവുന്നത്. ഹീറ്റായി കഴിഞ്ഞാൽ എത്രത്തോളം ട്രാൻസ്മിഷൻ ഹീറ്റ് ആവുന്നു അത്രത്തോളം ഇതിൻ്റെ ലോങ് ലാസ്റ്റിംഗ്, അതായത് ഇതിൻ്റെ ഒരു ലാസ്റ്റിംഗ് നേച്ചർ പോവും. ട്രാൻസ്മിഷൻ ബോക്സ് കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഹീറ്റിംഗ് കൊണ്ടൊരു പ്രശ്നമില്ലെന്നല്ല. ചിലവർ വിചാരിക്കും ഹീറ്റ് ആയിക്കോട്ടെ, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷേ ഹീറ്റ് ആവുന്നത് ഈ ട്രാൻസ്മിഷൻ റിലയബിലിറ്റിയെ തന്നെ ഒരുപാട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇവിടെ സത്യം പറഞ്ഞ വേറൊരു രസം കൂടിയുണ്ട്. സെൽറ്റോസ് ആദ്യം വന്ന സമയത്ത് അവരൊരു ഹീറ്റിംഗ്, അതായത് 1.4 ലിറ്റർ ടർബോയിൽ DCT ഓപ്ഷൻ ആയിരുന്നു അവർ കൊടുത്തിരുന്നത്. ആ സമയത്ത് ഈ 1.4 ലിറ്റർ ടർബോ എഞ്ചിൻ എടുക്കുന്നവർക്ക് അവിടെ ഒരു ഹീറ്റിങ്ങിൻ്റെ സിമ്പിൾ ഉണ്ടായിരുന്നു. അതായത് എഞ്ചിൻ ട്രാൻസ്മിഷൻ ബോക്സ് അതിൻ്റെ ഓവർ ഹീറ്റ് ആവുകയാണെങ്കിൽ വണ്ടി അവിടെ സ്റ്റോപ്പായിട്ട് നിന്ന് പോകും. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അല്ലെങ്കിൽ MIDയിൽ ഒരു സിമ്പിൾ കാണിച്ച് വണ്ടി അവിടെ ഓഫായി നിന്ന് പോകും, ട്രാൻസ്മിഷൻ ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇനി രസമുള്ള കാര്യം അതല്ല, രസമുള്ള കാര്യം ഇനി വരാൻ പോകുന്നുള്ളൂ. ആക്ച്വലി കുറച്ച് കാലം കഴിഞ്ഞവിടെ കസ്റ്റമേഴ്സ് വയലൻ്റ് ആയി തുടങ്ങി. അവർ ഒരുപാട് പേര് കംപ്ലയിൻറ്റും ചെയ്യാൻ തുടങ്ങി കിയയുടെ DCT ട്രാൻസ്മിഷനെതിരെ. അതോടെ അവരെന്ത് ചെയ്തു, അതൊരു സെക്യൂരിറ്റി ഫീച്ചർ ആയിരുന്നു. ട്രാൻസ്മിഷൻ ഓവർ ഹീറ്റായി ട്രാൻസ്മിഷൻ ബോക്സ് തകരാറാവാതിരിക്കാനുള്ള, അതായത് അതിൻ്റെ റിലയബിലിറ്റിയെ ഫ്യൂച്ചറിൽ ബാധിക്കാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി ഫീച്ചർ ആയിരുന്നു. അവരെന്ത് ചെയ്തു, അവരൊരു അപ്ഡേറ്റിലൂടെ അവർ സേഫ്റ്റി ഫീച്ചർ അതിന് എല്ലാ സെൽറ്റോസിൻ്റെ DCT മോഡലുകളിലും റിമൂവ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് എന്താ പ്രശ്നം വന്ന് ഇനി ട്രാൻസ്മിഷൻ ഓവർ ഹീറ്റ് എന്ന് കാണിക്കില്ല, വണ്ടി അവിടെ നിന്ന് പോവില്ല. ട്രാൻസ്മിഷൻ അവിടെ ഓവർ ഹീറ്റ് ആവും. കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ തന്നെ ട്രാൻസ്മിഷൻ പണി തീരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു DCT ട്രാൻസ്മിഷനുള്ള വാഹനം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വാഹനം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സിറ്റി ട്രാഫിക്കിലൂടെ ഒരിക്കലും ബ്രേക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രസ് ചെയ്ത് വണ്ടി നിർത്തി വെക്കരുത്. ഒരു ചെറിയ ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫ്രണ്ടിലുള്ള വാഹനമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ട് അത് ന്യൂട്രലിലേക്ക് ആക്കി അവിടെ നിർത്തി വെക്കുക. അല്ലെങ്കിൽ പണി കിട്ടും, ഉറപ്പാണ് ഈ ട്രാൻസ്മിഷൻ ഹീറ്റ് ആവും. നിങ്ങളുടെ ഫ്യൂച്ചറിൽ റിലയബിലിറ്റിയെ തന്നെ ഒരു ട്രാൻസ്മിഷൻ ബോക്സ് തകരാറായി ബാധിക്കുകയും ചെയ്യും. സോ ഈ ഒരു സെനാരിയോ DCT ഉപയോഗിക്കുന്നവർ ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനാണെങ്കിൽ തന്നെ ഹൈവേ യൂസിന് DCT കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടുകളൊന്നും DCTയിൽ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ സിറ്റി യൂസിനാണെങ്കിൽ ഒരിക്കലും DCT നിങ്ങൾ ഓപ്റ്റ് ചെയ്യരുത് എന്ന് പറയുള്ളൂ. ഇപ്പം ഞാൻ ഈ ഹൈവേ യൂസ് സിറ്റി യൂസ് എന്നൊക്കെ പറയും, പക്ഷെ ഒരാൾക്ക് പൂർണ്ണമായിട്ടും ഹൈവേയിലൂടെ മാത്രം ഓടിക്കാൻ പറ്റില്ലല്ലോ, സിറ്റിയിലൂടെ ഓടിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഹൈവേയിലൂടെ ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം DCT ട്രാൻസ്മിഷൻ ഓപ്റ്റ് ചെയ്യാം. അതല്ല സിറ്റിയിലൂടെയാണ് ഓടിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഏതെങ്കിലും ഒരു AMT ട്രാൻസ്മിഷൻ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതാണ്. CVT ആണെങ്കിലും കുഴപ്പമില്ല. CVT എന്ന് പറയുന്നത് വളരെ ഹാസിൽ ഫ്രീ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. അതേസമയം ടോർക്ക് കൺവേർട്ടറാണ് സിറ്റിയിലൂടെയും ഹൈവേയിലൂടെയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. കുറച്ച് മൈലേജ് കുറയും എന്ന ഒരൊറ്റ ഇഷ്യൂ ഉള്ളൂ, റിലയബിലിറ്റി ഇഷ്യൂസ് ഇല്ല. മൈലേജ് കുറയും, അതൊഴികെ അത്യാവശ്യം മോശമില്ലാത്ത പെർഫോമൻസ് തരും. സോ എല്ലാത്തിൻ്റെ ഒരു മിക്സറായിട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ട്രാൻസ്മിഷൻ എന്തായാലും ടോക്ക് കൺവേർട്ടർ തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ ഈ DCTക്ക് ആക്ച്വലി പ്രത്യേകിച്ച്, അതായത് സെപ്പറേറ്റ് ആയിട്ട് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തുടങ്ങിയില്ല. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി കാണില്ല എന്ന് വിചാരിക്കുന്നു. DCTയുടെ പ്രോസ് ആൻഡ് കോൺസ് നിങ്ങൾക്ക് മനസ്സിലായി കാണേണ്ടതാണിപ്പോൾ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു പുതിയ വാഹനം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ആണ് നോക്കുന്നതെങ്കിൽ, അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പക്ഷേ അവർക്ക് യൂസ്ഫുൾ ആയേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനും ഡീറ്റെയിൽസിനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.